എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് വളരെ യാദൃശ്ചികമായിട്ട് വളരെ ദിവസങ്ങളുടെ ഒരു ഓർഗനൈസേഷന് ശേഷം ഇന്ന് എനിക്ക് ശ്രീ വിൻസെന്റ് പാലത്തെങ്കിലിനെ അമേരിക്കയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ വിൻസെന്റ് പാലത്തെങ്കിൽ നമ്മളുടെ പല ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു റിപ്പബ്ലിക്കൻ സഹചാരിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് ട്രംപിൻ്റെ ടീമിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിനോടനുബന്ധിച്ച ഒരു കാര്യവുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വിവേക് രാമസ്വാമിയെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അമേരിക്കയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീ വിൻസെന്റ് പാലത്തെങ്കിൽ, സ്വാഗതം. താങ്ക് യു സോ മച്ച് ഡോക്ടർ ജോസ്. എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പണ്ട് റോമിൽ വെച്ച് കണ്ട ശേഷം ഇതുവരെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ താങ്കൾ കുറച്ചുകൂടെ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു. ഇത് എവിടെയാണ് ഇപ്പോൾ താങ്കൾ? എവിടെയാണ് അമേരിക്കയിലെ ഏത് സിറ്റിയിൽ നിന്നാണെന്നൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? ഞാനിപ്പോ അമേരിക്കയിലെ ഹാർട്ട്ലാൻഡ് ആയ അയോവ സ്റ്റേറ്റിലെ ഡിമോയിനിലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. Des Moines is the capital of Iowa. Iowa is where the first caucuses are held for both political parties. So Iowa is very important in the American politics because this is where the caucuses start. So the candidates who show strength in Iowa get to advance into more popular situations in other states. So that's why Iowa is important. So I came here to volunteer for a candidate. And the political building is the Iowa Capitol building. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, but it looks kind of like a miniature US Capitol building, a beautiful building. It ranks on very top of the state Capitol buildings in the country. It's a beautiful building, lot of characteristics, lot of excellent paintings. So I never thought, I have such a beautiful, building here in Des Moines, but I just happened to see this and I just walked in. It was really phenomenal. So I thought I should give you the interview in front of the Capitol, even though it's very cold here now. താങ്കൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലോകത്തിലെ പല സാംസ്കാരിക അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പലതും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ താങ്കൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അവിടെ നല്ല തണുപ്പാണെന്ന് തോന്നുന്നല്ലേ? നല്ല തണുപ്പാണ്. യെസ്, നല്ല തണുപ്പാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ യാദൃശ്ചികമായിട്ട് പെട്ടെന്നായിരുന്നു ഒരു ചെറുപ്പക്കാരൻ, 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് അമേരിക്കക്കാർ കാണുന്നത്? അമേരിക്കയെ എപ്പോഴും എന്തും പ്രവചനാതീതമായിട്ട് പലതും സംഭവിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോ അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ മഹത്വവും. ആർക്കും എന്തും ആകാവുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. Provided you do the hard work, you have the ambition, you have the intellectual capabilities, and you are ready to put or take whatever risk that you have to take. അതിന് റെഡിയാണെങ്കിൽ ആർക്കും എന്തും ആകാൻ പറ്റിയ സ്ഥലമാണ് അമേരിക്ക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെയുള്ള ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല പ്രസിഡന്റുമാരും. ചരിത്രം ആദ്യം തുടങ്ങിയ ജോർജ് വാഷിംഗ്ടൺ തുടങ്ങി ഇങ്ങോട്ട് നോക്കിയാൽ വളരെ പ്രസിഡന്റുമാരും ഒത്തിരി എലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരൊന്നും അല്ല. വളരെ ഓർഡിനറി സിറ്റുവേഷൻസിൽ നിന്ന് വലുതായിട്ടുള്ള സ്വന്തം ഇന്റലക്ട് കൊണ്ടും സ്വന്തം അംബീഷൻ കൊണ്ടും വലുതായിട്ടുള്ള പ്രസിഡന്റുമാർ ഒത്തിരി പേര് അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ വിവേക് രാമസ്വാമി 38 വയസ്സിൽ ഇതിന് ട്രൈ ചെയ്യുന്നത്, US പ്രസിഡൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്, അതുപോലൊരു അമേരിക്കൻ ഡ്രീമിന്റെ, അമേരിക്കൻ എക്സെപ്ഷണലിസത്തിന്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുകളെല്ലാം ഉണ്ട്, അദ്ദേഹത്തിന് അതിനുള്ള അംബീഷൻ ഉണ്ട്. സാമ്പത്തിക സുസ്ഥിരത നേടി, ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. എന്തുവരെ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബാക്കിയുള്ള കാൻഡിഡേറ്റ്സോടെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഇറ്റ് ട്രാൻസ്ലേറ്റ് into this ambition, and that's why he's running, from what I can see. So this is an American success story more than anything else. തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ 1500 മുതൽ 1800 വരെയുള്ള ആ ഒരു ട്രിയാങ്കിൾ സ്ലേവറി ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു വൈറ്റ് പ്രോമിനൻസി അല്ലെങ്കിൽ ഡോമിനൻസിക്ക് അതിൽ മാറ്റങ്ങൾ വരികയും കറുത്ത വർഗ്ഗക്കാരുടെ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവേശനം രാഷ്ട്രീയത്തിലേക്ക് വരികയുണ്ടായി എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ പലപ്പോഴും തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്.
പക്ഷേ ഈ വിവേക രാമസ്വാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. എങ്ങനെയാണ് ക്രിസ്ത്യൻ ഒരു അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്? പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നത്, അദ്ദേഹം പറയുന്നു ഗോഡ് ഈസ് റിയൽ. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഓപ്പൺ സൊസൈറ്റിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ് ദർ ആർ ഓൺലി 2 genders. അതായത് അങ്ങനെയുള്ള ആ ഒരു ഡോഗ്മാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ സൊസൈറ്റി അതിനെ ഉൾക്കൊള്ളുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിൽ ആർക്കും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള ലോജിക്ക് കാണിച്ച ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുവഴി ആൾക്കാരെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആൾക്കാരുടെ ഇലക്ഷനിൽ ജയിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലും സക്സസ്ഫുൾ ആവുന്നത് ബൈ സ്റ്റാൻഡിങ് ഓൺ യുവർ ഗ്രൗണ്ട് ആൻഡ് പ്രൂവിങ് റാഷണലി ദാറ്റ് വാട്ട് ഹി സേസ് ഇസ് ട്രൂ. അപ്പം അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം ബയസസ് ആൾക്കാരുടെ മനസ്സിലുണ്ട്. ഏതൊരു റിലീജിയനിലുള്ള ആൾക്കും അവരുടെ റിലീജിയനോട് പ്രത്യേക മമത ഉണ്ടാകും, മറ്റൊരു റിലീജിയനിലുള്ള ആൾക്കാരോട് സംശയം ഉണ്ടാകും, അതെല്ലാം ഉണ്ടാകും, നാച്ചുറലി ഉണ്ടാകും. പക്ഷെ ആ സംശയങ്ങൾ മാറാനായിട്ടും ഇപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ക്യാമ്പയിന്റെ ഒഫീഷ്യൽ ആളൊന്നുമല്ല, ഞാൻ ഒരു വോളണ്ടിയർ ആണ് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ബിക്കോസ് ഈ മെസ്സേജ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാനഡയിലല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു, ഞാൻ വിവേകിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രൈമറി കഴിഞ്ഞ് ആരാണോ നോമിനി ആയിട്ട് വരുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഞാൻ ആളെ സപ്പോർട്ട് ചെയ്യും. ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിനകത്തേക്കുള്ളൊരു വരവും ആ ഒരു കയറ്റവും ഇവിടെയുള്ള ആ റിലീജിയസ് ബയസസിന് ചേഞ്ചസ് ഉണ്ടാക്കാൻ പോലും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്കിതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഇപ്പം യു ആർ എ ക്രിസ്ത്യൻ, ഐ എം ക്രിസ്ത്യൻ, നമുക്കിതൊരു പ്രശ്നമേ ആയിട്ട് തോന്നുന്നില്ല. വേറൊരു റിലീജിയനിലുള്ള ആള് പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഒക്കെ ആവുന്നത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമാണ്. ബിക്കോസ് ഇതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് അമേരിക്കയെ കുറിച്ച് പറഞ്ഞേ സാധിക്കുകയുള്ളൂ. ബിക്കോസ് ഇവിടെ ഇത്രയും വലിയൊരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആവാനായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ഒരു ശ്രമത്തിൽ ഒരു ഹിന്ദുവായിട്ടും ഒരു വിദേശ ലുക്കുള്ള ആളായിട്ടും ഒക്കെ ആയിട്ട് പോലും അദ്ദേഹത്തിന് സാധിക്കുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ നമുക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവാൻ ഒരു സാധാരണ ലെവലിൽ നിന്ന് വരുന്ന ഒരു മലയാളിക്ക് സാധിക്കുമോ? വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ലാംഗ്വേജ് പ്രശ്നങ്ങളും എല്ലാം വെച്ച് ഇപ്പം ശശി തരൂരിന്റെ ആ ഒരു AICC പ്രസിഡന്റ് ആവാനുള്ള ശ്രമം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി നമ്മൾ ആകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ത്യ ഈസ് ഡിഫറെന്റ്. ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ പറഞ്ഞ ബയസസുകളേക്കാൾ കൂടുതൽ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം ഹിന്ദുയിസത്തിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പക്ഷെ ആ സംശയങ്ങൾ ദൂരീകരിക്കുക. ഇപ്പം ഹിന്ദുയിസത്തിൽ 1000 ഗോഡ് ഉണ്ട്, അല്ലെങ്കിൽ 1000 ടെമ്പിളുകളുണ്ട്, 1000 വിശ്വാസങ്ങളുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമ്പം ഇതെല്ലാം വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഹിന്ദുയിസത്തിന്റെ ഫിലോസഫിയിലോട്ട് പോയി കഴിഞ്ഞാൽ, ആ ഒരു ഡീപ് ഫിലോസഫിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് തമ്മിലൊന്നും വലിയ കാര്യമായ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതയും എന്റെ ക്രിസ്ത്യൻ വിശ്വാസ സംഹിതയായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നമ്മളുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വഴി, അദ്ദേഹത്തിന് ആൾക്കാർ കൂടുതൽ അറിയുന്നത് വഴി അത് അമേരിക്കൻ സൊസൈറ്റിയും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് സമയമെടുത്തേക്കാം, പക്ഷെ അത് സാധിക്കാതിരിക്കാവുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് അമേരിക്കൻ സൊസൈറ്റി ഇസ് മോസ്റ്റ് ഓപ്പൺ സൊസൈറ്റി. അവിടെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ സൊസൈറ്റിയേക്കാൾ ഒത്തിരി ഓപ്പൺ ആയതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ സാധിക്കുന്നത്. അപ്പം അവർ കേൾക്കാൻ വരുമ്പോഴാണല്ലോ നമ്മളുടെ വിശ്വാസങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് ഹിന്ദുയിസം എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാനുള്ള സാധ്യത കിട്ടുന്നത്. കേട്ട ചരിത്രങ്ങളല്ല, അല്ലെങ്കിൽ വെറും പുരാണങ്ങളല്ല, അതിനപ്പുറമുള്ള ഫിലോസഫിയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തെ കേൾക്കാനുള്ള സാധ്യത ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം അൾട്ടിമേറ്റ് ജയം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ ഡിസമിനേഷൻ നമ്മളുടെ ഹിന്ദുയിസത്തിനെ പറ്റിയും ഈ കൾച്ചറുകളെ പറ്റിയും ആൾക്കാരൊക്കെ ഒത്തിരി പഠിക്കുവാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് വേറെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ഞാനൊരു സ്ട്രോങ് റിപ്പബ്ലിക്കനും ഒരു ബിഗ് ട്രംപ് സപ്പോർട്ടറും ഒക്കെ ആയപ്പം ഞാൻ ഒത്തിരി പേരുടെ മനസ്സിലൊരു പരിചയമായി. എന്നെ ഒറ്റപ്പെടുത്താനായിട്ട് ഉള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഇവൻ മെയിൻ സ്ട്രീം ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് പോലെ അല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ത്വര ഈ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള മെജോറിറ്റി ഡെമോക്രാറ്റ്സ് ആണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ വിവേക് രാമസ്വാമി വന്നിട്ട് ഒരു മെയിൻ സ്ട്രീം കാൻഡിഡേറ്റ് ആവുന്നു, അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുന്നു. അപ്പൊ ഞാൻ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഇത്രയും വലിയ സ്റ്റേജിൽ, ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്കാരോടും ബാക്കിയുള്ളവരോടും എല്ലാം പറയുന്നു. അപ്പൊ എനിക്ക് എന്റെ ഫിലോസഫി ഇതുവഴി സ്പ്രെഡ് ചെയ്യപ്പെടുവാണ്. ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു അത്രയും പ്രോമിനൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഓഡിയൻസ് വളരെ കുറവായിരിക്കും. ഇപ്പൊ വിവേക് രാമസ്വാമി കാൻഡിഡേറ്റ് ആകുമ്പോൾ ഈ കൺസർവേറ്റീവ് ഫിലോസഫിയാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ പ്രോമിനൻസ് പിടിച്ചു നിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഫിലോസഫി എന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും കൂടുതൽ മനസ്സിലാവുകയാണ്.
ഇന്ത്യക്കാർ ഒത്തിരി പേര് കൂടുതൽ പേര് റിപ്പബ്ലിക്കൻസ് ആവുന്നു പണ്ടത്തേക്കാളും. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എന്റെ എൻ ഗോൾസ് ആണ്. ജയം ആണ് അൾട്ടിമേറ്റ്. പക്ഷെ അത് ആ ജയത്തിനേക്കാൾ ഉപരി ഇതെല്ലാം നമ്മളോട് സാധിക്കുകയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയൊന്നും അല്ല. ഇന്ത്യക്കാർക്കും നമുക്ക് എല്ലാവർക്കും പോകാവുന്ന പാർട്ടിയാണ്. ഡെമോക്രാറ്റ് പാർട്ടിയിലെ പോലെ തന്നെ നമുക്ക് ഇവിടെയും ഷൈൻ ചെയ്യാനും ആളാവാനും പ്രസിഡന്റ് ആവാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അമേരിക്കയുടെ ഒരു വളർച്ചയിലെ ഒരു സ്റ്റേജാണ്. ഇപ്പൊ വിവേക് തന്നെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണത്. അതായത് നമ്മളൊരു ഒരു ഒരു വളരുന്നൊരു രാജ്യമാണ്. നമ്മൾ വളർന്ന് മച്യൂറായ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം എന്നുള്ള രാജ്യമല്ല. അപ്പൊ ഈ സ്റ്റേജിലുള്ള ഈ കൺഫ്യൂഷൻസ് എല്ലാം കഴിഞ്ഞ് അമേരിക്കൻ ഫിലോസഫിയും അമേരിക്കൻ ആ ഒരു ചിന്താശക്തിയും അമേരിക്കൻ ലോക ബോധവും എല്ലാം കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം കാണിച്ച കറേജ്, അദ്ദേഹത്തിന്റെ സ്വന്തം മണി കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വന്തം എഫർട്ട് കൊണ്ടും അദ്ദേഹം കാണിച്ച കറേജിന്, അദ്ദേഹത്തിനോടുള്ള സ്നേഹവും അദ്ദേഹത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. അദ്ദേഹം പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം ഞങ്ങൾ വോളണ്ടിയർ ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടം. പക്ഷെ അതിനേക്കാൾ ഉപരി ദ ഹോൾ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദി ഇന്ത്യൻ അമേരിക്കൻ സൊസൈറ്റി ആൻഡ് ഫോർ ദി അമേരിക്കൻ സൊസൈറ്റി, ഫോർ ദ വേൾഡ് ടു ഓപ്പൺ അപ്പ് ടു സീ ദ വാല്യൂസ് ആസ് കോമൺ ദാറ്റ് യുണൈറ്റ്സ് us, not really that divides us. ഒരു കാര്യം നമ്മൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു ബില്യനെയർ ആണ്. ഒരു സാധാരണക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ടോക്കുകളിൽ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ പേരൻസ് ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്, അവർ കഠിനമായിട്ട് അധ്വാനിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് റിയലി ഹാർഡ് സ്ട്രഗിളിങ് പീപ്പിളുടെ വിഷമം അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഫാമിലിയിൽ ജീവിച്ച ആ അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ഫോർമേഷന്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, ഇതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം ഈ സാധാരണക്കാരിലേക്ക് ഇറങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ താങ്കളും അതിന് അനുകൂലമായിട്ടായിരിക്കും. Absolutely. He is a regular family, just like any other Indian American who came here in the 70s and 80s. His father, I think he came in 70s. നമ്മുടെ പാലക്കാട് വടക്കുംചേരിയിൽ ജനിച്ച മലയാളം നല്ലോണം സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഫാദർ ഗണപതി. REC കാലിക്കറ്റ് RECയിൽ പഠിച്ചു. അദ്ദേഹം ഇവിടെ ഒന്നും പഠനങ്ങൾ തുടർന്നു. പെട്ടെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി ബിക്കോസ് ഓഫ് ബ്രെയിൻ, ബിക്കോസ് ഓഫ് ദ ബ്രില്യൻസ്, ബിക്കോസ് ഓഫ് ദ ഇന്റലക്ട്, നോട്ട് ബിക്കോസ് ഓഫ് ദ മണി. His wife is a doctor, Vivek's mother, just like any other Indian doctor, Malayali doctor who came from, India. His mother was actually born in Tripunithura, just a few miles from my home in India, in Punithura. So, അപ്പം എല്ലാം കൊണ്ടും ഒരു സാധാരണ ഫാമിലി. ഇപ്പൊ സാധാരണ ഫാമിലി എന്ന് വെച്ചാൽ എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒത്തിരി സാധാരണക്കാരുടെ ഒരു രാജ്യമാണ് കേരളവും ഇന്ത്യയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഫാമിലിയാണ്. അതായത് there is no shortage of brain, there is no shortage of intellect, but they didn't come from the elite class where there is a lot of money. But definitely Vivek made his success, billionaire success here. But naturally he knows, his family. He visited Vadakkamcheri every year of his childhood when he was in school. ഇവരുടെ ബുക്കിൽ ഇപ്പൊ വോക്കിംഗ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ ഈയിടെ അത് ജസ്റ്റ് വായിച്ചു തീർത്തു. വോക്കിംഗ്, ഈ മേക്കിംഗ് ലോട്ട് ഓഫ് റെഫറൻസസ് ടു ഹിസ് വിസിറ്റ്സ് ടു വടക്കംചേരി ഇൻ പാലക്കാട്. പുള്ളി പറയുന്നുണ്ട് വടക്കംചേരി പാലക്കാട്ടിലെ അവരുടെ അയ്യർ സമുദായത്തിലെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തതും അതിനകത്തുനിന്ന് പുള്ളി പഠിച്ച കാര്യങ്ങളും അതെല്ലാം പുള്ളിനെ ഒരു ക്യാപിറ്റലിസ്റ്റ് ആവാനും അമേരിക്കൻ ഡ്രീമും അമേരിക്കൻ എക്സെപ്ഷണലിസത്തിലും കൂടുതൽ താല്പര്യമുള്ള ആളാക്കാനും ഹെൽപ്പ് ചെയ്തു എന്ന് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് ബുക്കിൽ പറയുന്നുണ്ട്. ആൻഡ് ഹി ഈസ് നോട്ട് ഹൈഡിങ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു ആസ്പെക്ട്. അതായത് പുള്ളിയുടെ ഇന്ത്യൻനെസ്സിൽ നിന്നും പുള്ളിയുടെ പാരന്റ്സ് ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്നുള്ളതിൽ നിന്നും ഒന്നും പുള്ളി ഹൈഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഡിഫിക്കൽട്ട് ലാസ്റ്റ് ടൈം ഒക്കെ ആയിട്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനൊരു സ്കൂൾ ബോർഡിലേക്ക് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ വിൻസൻ പാലത്തിങ്കൽ എന്ന് പറയുമ്പോൾ വിൻസൻ ഈസ് ഓക്കെ, പീപ്പിൾ ക്യാൻ സേ ഇറ്റ്. പക്ഷെ പാലത്തിങ്കൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആ പേരും കൊണ്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് സാധാരണ മനുഷ്യർക്ക്. അപ്പൊ പുള്ളി അതൊന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, പേര് മാറ്റിയിട്ടില്ല. ഇവിടെ ഇതിനു മുമ്പുള്ള പല പൊളിറ്റീഷ്യൻസും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പേര് മാറ്റി ജാതി മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്ന ഹിന്ദു പൊളിറ്റീഷ്യൻസ്. പക്ഷെ വിവേക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഹീസ് ബീങ് ദ റിയൽ പേഴ്സൺ ഹിംസെൽഫ്. അതൊക്കെയാണ് എന്നെ പുള്ളിയിലേക്ക് അട്രാക്ട് ചെയ്ത, പുള്ളിയുടെ ക്യാമ്പയിനിലേക്ക് അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ. ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മള് ഞാനൊരു ഒരാഴ്ച മുമ്പുള്ള റേറ്റിംഗിലാണ്. ഇപ്പോഴത്തെ ആക്ച്വൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനവും എങ്ങനെയാണ് റേറ്റിംഗ്സ്? റേറ്റിംഗ്സ് വന്നപ്പോൾ ജനറലി എല്ലാ പോളുകളിലും ട്രംപാണ് ഭയങ്കര മാസീവായിട്ട് ലീഡ് ചെയ്യുന്നത്. ഇപ്പം ട്രംപ് ഹാസ് ക്രിയേറ്റഡ് ഹിസ് ഓൺ ഫോളോവേഴ്സ് എവറിവെയർ ആൻഡ് ദാറ്റ് ഈസ് സെയിം തിങ് ഈസ് അയോവയിലും അത് തന്നെയാണ് ഫാക്ട്. നമ്പേഴ്സ് വളരെ മുമ്പിലാണ് പുള്ളി. എല്ലാവരും ക്യാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ആൻഡ് വിവേക് ടു. പക്ഷേ അപ്പോൾ ട്രംപിന്റെ ഫിലോസഫിയിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞാനൊരു ട്രംപറായിരുന്നത്. ട്രംപിന്റെ ഫിലോസഫി ആയിരുന്നു എന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്തും വളരെ ആക്റ്റീവ് ആക്കിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയും അദ്ദേഹത്തിന്റെ ഫിലോസഫിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കാര്യമായിട്ട്.
They are pretty much the same conservative philosophy. But on the other hand, he's a young man. He has more, time for this philosophy to be more expanded into the American society. And ബാക്കിയുള്ള സൈഡ് മറ്റു സൈഡുകളിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പുള്ളി ഒരു എക്സ്പെർട്ട് ആണ്. ബിക്കോസ് ഹീസ് ടോക്കിംഗ് മറ്റവരുടെ ഇപ്പോൾ ഡെമോക്രാറ്റ്സിലും അല്ലെങ്കിൽ ലിബറലിസം ഗ്രോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും വിവേകിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ബാക്കിയുള്ള സൈഡിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. ഒരു മാസീവ് ആയിട്ടുള്ള വിക്ടറി, ഒരു വൺ സൈഡിന്റെ മാത്രം 51-49 വിക്ടറി അല്ല, ഒരു മാസീവ് ആയിട്ടുള്ള റൊണാൾഡ് റീഗന് കിട്ടിയ പോലത്തെ ഒരു മാസീവ് വിക്ടറി, ഒരു 70-80% സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ഇലക്ടറൽ കോളേജുകളിൽ പാസ്സാവുന്ന ഒരു വിക്ടറിയാണ് വിവേകിന്റെ സ്വപ്നം. അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പക്ഷേ നോമിനി ആയേ പറ്റുള്ളൂ. അപ്പൊ ഈ പുള്ളിയുടെ ഒരു സ്ട്രോങ് ഷോയിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ജയിച്ചില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഇതൊന്നും ക്യാമ്പയിന്റെ കാര്യങ്ങളല്ല, ഞാൻ ക്യാമ്പയിന്റെ ആളോ അല്ല, ജസ്റ്റ് എ വോളണ്ടിയർ ഫോർ ഹിം, ഇപ്പം ഇനി ജയിച്ചില്ലെങ്കിൽ പോലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പുള്ളിയുടെ ഒരു സ്ട്രോങ് ഷോയിങ് ഇസ് ഇമ്പോർട്ടന്റ്. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പം അയോവയിൽ വന്നിരിക്കുന്നത്, പുള്ളിക്ക് വേണ്ടി വോളണ്ടിയർ ചെയ്യാനായിട്ട്, ഡോർ നോക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്കിത് എങ്ങനെ പോകും, എങ്ങനെ 2024 ഇലക്ഷൻ വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ഇലക്ഷൻ. നമുക്ക് ഇപ്പോഴും അറിയില്ല ഡെമോക്രാറ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ജോ ബൈഡൻ ആയിരിക്കുമെന്ന്. ബിക്കോസ് എന്റെ വിശ്വാസം പുള്ളിനെ അവർ അവസാനം മാറ്റും എന്നുള്ളതാണ്. ബിക്കോസ് അത്രയും വീക്ക് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. പല രീതിയിലും പുള്ളി കാര്യങ്ങൾ മറന്നു പോകുന്നു, സംസാരിക്കാൻ അറിയില്ല. ഇതൊന്നും അമേരിക്കയിലെ 330 മില്യൺ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ നാച്ചുറലി പുള്ളിനെ അവർ മാറ്റും, അവസാനം മാറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ, എൻ്റെ ഒരു തോന്നൽ. അത് ആരായിരിക്കും എന്തായിരിക്കും നമുക്കറിയില്ല. ചിലപ്പോൾ മിഷേൽ ഒബാമ ആയിരിക്കാം, ചിലപ്പോൾ ഗാവിൻ ന്യൂസം ആയിരിക്കാം, വി ഡോണ്ട് നോ. പക്ഷെ ആരാണെങ്കിലും അവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ റിപ്പബ്ലിക്കൻ പൊസിഷനിൽ ട്രംപിന് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരാളാണ് വിവേക്. ബിക്കോസ് വിവേക് ഈസ് ബേസിക്കലി ഫിലോസഫിക്കലി ദേ ആർ വെരി അലൈൻഡ് ട്രംപിന്റെ ഫിലോസഫി ആയിട്ട്. ഒരു കാര്യം പറഞ്ഞോ ഒരു കാര്യം എനിക്ക് ഇതിന്റെ കൂടെ ചോദിക്കാനുള്ളത്, കാരണം അദ്ദേഹം പറയുന്നത് ആൻ ഓപ്പൺ ബോർഡർ ഈസ് നോ ബോർഡർ. അപ്പൊ ഈ ബോർഡറിനെതിരായിട്ട്, ഇമിഗ്രേഷന് എതിരായിട്ട് അദ്ദേഹം ഒരുപക്ഷെ ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുകയും ഓപ്പൺ ആയിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ തെറ്റാണെന്ന് പറയുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിതാക്കൾ എങ്ങനെ വന്നു, ആ കാലഘട്ടത്തിലെ ഒത്തിരി ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് അവിടെ വന്ന് അവരുടെ സ്വപ്നങ്ങൾ വിളയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് എന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പൊ ഇന്ത്യക്കാര് അല്ലെങ്കിൽ പുള്ളിയുടെ പാരന്റ്സിന്റെ ജനറേഷനിലൊന്നും ആരും ഇല്ലീഗലായിട്ട് വരാൻ യാതൊരു വന്നിട്ടുണ്ടാവും, വളരെ കുറച്ച് നമ്പേഴ്സ്. പക്ഷെ അതല്ലാതെ നമ്മളിവിടെ വന്നിട്ടുള്ളതെല്ലാം ലീഗലായിട്ട് വന്നിട്ടുള്ളവരാണ്, പഠിക്കാനായിട്ടും നേഴ്സായിട്ടും ഡോക്ടറായിട്ടും ജോലിക്കും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് IT റവല്യൂഷൻ ഉണ്ടായപ്പോഴും ഇന്ത്യൻസ് പ്രിഡോമിനന്റ്ലി ലീഗലായിട്ടാണ് അമേരിക്കയിലോട്ട് ഇമിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാത്തവരുണ്ടാവും, ഇല്ലെന്നല്ല പറയുന്നത്. നമ്മളാരും പേഴ്സണലി ജഡ്ജ് ചെയ്യാനുള്ള സമയമല്ല. ഡോക്ടർ ജോസിന് പറയാൻ പറ്റുമോ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നല്ലതാണെന്ന്? നോബഡി ക്യാൻ, റൈറ്റ്? ഇല്ലീഗലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നല്ലതല്ല. പക്ഷെ ആൾക്കാർ ചെയ്യുന്നില്ലേ? ഉണ്ട്. അതെന്തുകൊണ്ട് അവരുടെ പ്രത്യേക ജീവിത സാഹചര്യം കൊണ്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരു പ്രസിഡന്റും കൂട്ടു നിൽക്കാൻ പാടില്ല. ബിക്കോസ് ഈ നിയമത്തിന്റെയും ഇവിടുത്തെ സിസ്റ്റത്തിന്റെ എല്ലാം ഒരു കസ്റ്റോഡിയനല്ലേ പ്രസിഡന്റ് പറയുവാണ് ഓക്കെ ബോർഡർ ക്രോസ് ചെയ്തോളൂ, നിങ്ങൾ എല്ലാവരും കൂടി പോകുന്നുള്ളൂ എന്ന് ബൈഡൻ പറയുന്ന പോലെ പറഞ്ഞാൽ അദ്ദേഹം അത് പ്രസിഡന്റിന്റെ ആ ഒരു ജോലിയോട് ചെയ്യുന്നൊരു ഉത്തരവാദിത്വക്കുറവാണ്, ഒരു ഡിറലക്ഷൻ ഓഫ് ഡ്യൂട്ടി ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നാച്ചുറലി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്താൽ അത് ഇല്ലീഗലായിട്ടാണ് ക്രോസ് ചെയ്തതെങ്കിൽ ഇറ്റ്സ് എൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ into serious illegal, I mean how you treat any other illegal activity, this has to be treated the same way എന്നാണ് ഒരു പ്രസിഡന്റ് പറയേണ്ടത്. അതായിരിക്കും ഒരു പ്രസിഡന്റിന്റെ മെസ്സേജ്. ഓൺ ദി അതർ ഹാൻഡ് വാട്ട് ബൈഡൻ ഡിഡ്, ട്രംപിന്റെ പോളിസീസ് എല്ലാം ചേഞ്ച് ചെയ്തു, ബോർഡർ ഓപ്പൺ ചെയ്ത് കൊടുത്തു, നിങ്ങൾ എത്ര പേരും ഇങ്ങോട്ട് വന്നോളൂ, വി ആർ വെൽക്കമിങ്. That's all really stupid. No country can do that. അതാണ് വിവേക് പറയുന്നത്. An open border is not border. If ബോർഡറിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പാസ് ചെയ്യുമെങ്കിൽ എന്റെ പേര് ബോർഡർ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അപ്പൊ ആ ഒരു ഗ്ലോബലിസ്റ്റ് കോൺസെപ്റ്റ് ഇതൊന്നും സസ്റ്റൈനബിൾ അല്ല. ബോർഡർ ഈസ് ഇമ്പോർട്ടന്റ്. ഏത് രാജ്യത്തിനാണെങ്കിലും ഏത് വീടിനാണെങ്കിലും ലോക്ക് ആൻഡ് കീ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ലോകത്തിൽ നല്ലൊരു മാത്രമല്ല ഉള്ളത്, ചീത്ത ആൾക്കാരുണ്ട്. ഇപ്പം ഇമിഗ്രേറ്റ് ചെയ്യുന്ന ഇല്ലീഗലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്ന പലരും ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നവരായിരിക്കാം. ഒരു വാസ്റ്റ് മെജോറിറ്റി ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വരുന്ന നല്ല പാവപ്പെട്ട സാധാരണ പൂർ മനുഷ്യരായിരിക്കാം. പക്ഷെ അതിനിടയിൽ കൂടി എന്തോ റിയൽ ഇല്ലീഗൽ ആയിട്ടുള്ള സ്ട്രോങ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നു, ടെററിസ്റ്റുകൾ വരുന്നു, ഡ്രഗ് വരുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യുന്നത് മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സെലക്റ്റീവായിട്ട് ആരും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം, താങ്കൾ വളരെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളിൽ താങ്കൾ കേരളത്തിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഏർപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു ലാസ്റ്റ് മോട്ടിവേഷനിൽ പറയുന്നത് ക്യാപിറ്റലിസം ലിഫ്റ്റ്സ് പീപ്പിൾ അപ്പ് ഫ്രം പോവർട്ടി എന്നാണ് പറയുന്നത്. കാരണം ലിബറൽ സൊസൈറ്റി ക്യാൻ ക്രിയേറ്റ് ആൻഡ് ദാറ്റ്സ് എ സ്റ്റിമുലേഷൻ ടു ക്രിയേറ്റ് സംതിങ് യുനോ. അപ്പോൾ ആ ഒരു ഇതിൽ എങ്ങനെയാണ് അമേരിക്ക പർട്ടിക്കുലർലി വ്യത്യസ്തമാണ്. അമേരിക്കയിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്ന് താങ്കൾ മുമ്പേ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഒക്കെ പലപ്പോഴും ഇപ്പം പറയുന്നുണ്ട് കേരളത്തിൽ ജോലി അല്ലെങ്കിൽ വ്യവസായ സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോൾ റിയലി ക്യാപിറ്റൽ സൊസൈറ്റി ക്യാൻ ഗിവ് മോർ ചാൻസസ് യുനോ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ട്രൂ. ഇപ്പം ഞാനൊക്കെ വരുന്നത് ഒരു വെരി ഓർഡിനറി ഫാമിലിയിൽ നിന്നാണ്, വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ അമേരിക്കയിൽ പഠിക്കാൻ വരുന്നു. അന്നുണ്ടായ സ്ട്രഗിളുകളും ലോണുകളും കടങ്ങളും ഇറ്റ്സ് വളരെ വളരെ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവരെ പോലെ തന്നെയാണ്. അവിടെ നിന്ന് നമ്മളായത് അമേരിക്കയുടെ ഒരു ഗുണം മാത്രമാണ്. അമേരിക്കയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അമേരിക്കയിലെ ജനങ്ങളുടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടുത്തെ സിസ്റ്റത്തിന്റെ ഗുണം. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിലും കമ്പനികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അത് നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫിനോമിനാണ് ഒരു കമ്പനി തുടങ്ങുന്നത്. അതായത് ഡൽഹിയിൽ നിന്നാണ് ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ കോർപ്പറേഷൻ രജിസ്ട്രേഷൻ എല്ലാം പോകുന്നത്. ഇവിടെ അതെല്ലാം സ്റ്റേറ്റ് ആണ്. എവറിഥിങ് ഈസ് സ്റ്റേറ്റ്. ഗവൺമെന്റ് ഒരു ഫെഡറൽ ആയിട്ടുള്ള ടാക്സ് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ് ഉണ്ടെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും കമ്പനി ക്ലോസ് ചെയ്യുന്നതും എല്ലാം വളരെ ഈസിയാണ്. ഓൺലൈനിൽ 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈവൻ ഫോറിൻ നാഷണൽസിന് പോലും, ഇപ്പം അമേരിക്കക്കാരന് പോലും ഇന്ത്യയിൽ കമ്പനി തുടങ്ങാൻ വളരെ ഇന്ത്യക്കാരന് പോലും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കമ്പനി തുടങ്ങാൻ പറ്റും. അതിന്റെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലുള്ള ഡിഫിക്കൽട്ടി, ആ ഒരു ബ്യൂറോക്രസി, ആൻഡ് ഐ വുഡ് കോൾ ഇറ്റ് എസ് എ റിസൾട്ട് ഓഫ് നെഹ്റുവിയൻ സോഷ്യലിസം. ഐ ഡോണ്ട് നോ, നിങ്ങളൊക്കെ നെഹ്റുവിന്റെ വലിയ ഫാൻസ് ആയിരിക്കാം, പക്ഷെ ഞാൻ പണ്ട് തുടങ്ങിയ ആ ഒരു ഇന്ത്യ പിക്ക് ചെയ്ത ആ ഒരു സോഷ്യലിസ്റ്റ് പാത്ത്, USSRനെ ഫോളോ ചെയ്തുകൊണ്ട് പിക്ക് ചെയ്ത ഒരു സോഷ്യലിസ്റ്റ് പാത്തിന്റെ ഒരു വലിയ ക്രിറ്റിക്കാണ്. അതായിരുന്നു ഇന്ത്യയുടെ ആ ഒരു 10-40 കൊല്ലത്തെ 1991 മൻമോഹൻ സിംഗും നരസിംഹറാവും കൂടി ഇത് ലിബറേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഇന്ത്യയെ കൺട്രോൾ ചെയ്ത് നിർത്തിയത് ഞങ്ങളെല്ലാവരെയും. ഇപ്പൊ ഈ 1991 റിഫോം ഒരു 10 വർഷം മുമ്പ് നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാനൊന്നും അമേരിക്കയിൽ വരില്ല. നമുക്കവിടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നമ്മൾ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി ജോലി നോക്കിക്കൊണ്ട് ഈ ടെസ്റ്റ് എഴുതി നടക്കുന്ന ആയിക്കൂടിയുള്ള 10-15 ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് 10-500-1000 പേര് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ്സ് നോട്ട് വയബിൾ, റൈറ്റ്? ഇപ്പൊ ഞാനൊന്നും ഒരു എക്സെപ്ഷണലി ഒരു പഠിപ്പിസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴും പുസ്തകവും ടെസ്റ്റ് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. വി പാസ് ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നെ സംബന്ധിച്ച് അമേരിക്കയിൽ വരുന്നതും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഇന്ത്യയിൽ ഒരു സർക്കാർ ജോലി മേടിക്കുന്നതിനേക്കാളും മച്ച് ഈസിയർ ആയിരുന്നു. മച്ച് ഈസിയർ. ഇന്ത്യയിൽ PWD എഞ്ചിനീയറായിട്ട് കയറുന്നതിനേക്കാളും മച്ച് ഈസിയർ ആയിരുന്നു എനിക്ക് അമേരിക്കയിൽ വരികയും മാസ്റ്റേഴ്സ് എടുക്കുകയും ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുകയും അത്യാവശ്യം ഫൈനാൻഷ്യലായിട്ട് ബെറ്റർ ആവുകയും ചെയ്യാനുള്ള ഒരു ചാൻസ്. അപ്പൊ ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഇതൊന്നും അമേരിക്കയിൽ ഈ ഭൂഖണ്ഡത്തിന്റെയോ ഈ ഭൂമിയുടെയോ പ്രത്യേകതയല്ല, ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ് ഡിഫറൻസ്? ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്, ഇന്ത്യയിലെ നെഹ്റുവിയൻ സോഷ്യലിസമാണ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത മെഷീനറി. വേറെ എവറിഥിങ് ഈസ് ഗവൺമെന്റ് ഹാസ് ടു ഡു ദിസ്, ഗവൺമെന്റ് ഹാസ് ടു ഡു ദാറ്റ്. പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യണമെങ്കിലും ലൈസൻസ് രാജ്, ആ പെർമിറ്റും ഈ പെർമിറ്റും ആ ഗവൺമെന്റും ഈ ഗവൺമെന്റ്. വാട്ട് ഇറ്റ് ഡിഡ്? കറപ്ഷൻ. അഫ്ലുവന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള വലിയ കമ്പനികളെ അത് അഫക്ട് ചെയ്യുന്നില്ല. ചെറിയ ആൾക്കാരാണ് അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ആ ചെറിയ ആൾക്കാരാണ് അമേരിക്കയെ അമേരിക്ക ആക്കിയത്. വലിയ കോർപ്പറേഷൻസ് അല്ല, ചെറിയ മനുഷ്യരുടെ ചെറിയ ബിസിനസ്സുകൾ. അമേരിക്കയിലെ 80% ഓഫ് ദി ജോബ്സ് are supported by companies with less than 500 employees. Less than 500. Sorry, 90+% of the jobs are supported by employees with less than 500 employees. 80% of the jobs are supported with employees less than 20 employees. 20 എംപ്ലോയി താഴെയുള്ള കമ്പനികളാണ് അമേരിക്കയിലെ 80% ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ഒരു സക്സസ്ഫുൾ മോഡൽ സാധാരണ മനുഷ്യന് മേലോട്ട് പൊങ്ങി വരാനുള്ളത്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ക്യാപിറ്റലിസം ഈസ് ദ വേ ടു ലിഫ്റ്റ് പീപ്പിൾ അപ്പ്, നോട്ട് ഗവൺമെന്റ് ബ്യൂറോക്രസി, നോട്ട് സോഷ്യലിസം. അതെല്ലാം കറപ്ഷൻ ക്രിയേറ്റ് ചെയ്യും, സാധാരണ മനുഷ്യന്റെ ജീവിതം മിസറബിൾ ആകും. ഇപ്പൊ ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ല, എനിക്കൊരു വലിയൊരു ബിസിനസ് അക്യുമനും ഇല്ല. ഐ എം നോട്ട് മോർ ഓഫ് എ തിങ്കർ. പുസ്തകമൊക്കെ റീഡ് ചെയ്ത് ഇന്റലക്ച്വൽ അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്. പക്ഷേ ഇവിടെ ഞാൻ ബിസിനസ്സുകാരനായതിന്റെ കാര്യം ഈ ബിസിനസ് ചെയ്യാണ്ടിരിക്കുന്നത് വളരെ ഒരു മോശം കാര്യം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് അത്രയ്ക്കും ഫ്രണ്ട്ലിയാണ് എൻവയോൺമെന്റ്. നമ്മൾ അറിയാതെ ബിസിനസ് ചെയ്തു പോവുകയാണ്. ബിസിനസ് ആണ് എല്ലാവരും ചെയ്യുന്നത്, പലരും ബിസിനസ്സിലേക്ക് പോകുന്നു, ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അമേരിക്കയിലുള്ളത്. അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യലിസം വളരുന്നു, ഗവൺമെന്റിന്റെ കൺട്രോൾ വളരുന്നു, വാഷിംഗ്ടൺ DC ഇരുന്നുകൊണ്ട് വലിയ ഫെഡറൽ ഗവൺമെന്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. അതെല്ലാം തെറ്റായിട്ടുള്ള ട്രെൻഡുകളാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പബ്ലിക്കൻ ആയത്. ഞാൻ ഡെമോക്രാറ്റ് ആയിട്ട് ഞാൻ ഒബാമയ്ക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കള് കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്തവരെന്ന നിലയ്ക്ക്, കേരളക്കാരെന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും 2024 ഇലക്ഷൻ അദ്ദേഹം
പ്രസിഡന്റ് ആയില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരു വലിയ സ്ഥാനം തന്നെ അദ്ദേഹം നേടുന്നു എന്നുള്ളത് ഉറപ്പാണ് സംഗതികൾ, അല്ലേ? അല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വിവേക് എന്ത് സ്ഥാനം മേടിക്കും? വൈസ് പ്രസിഡന്റ് ആവുമോ, പ്രസിഡന്റ് ആവുമോ? ഞാൻ കാണുന്ന ആസ് എൻ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി ലീഡർ, ആസ് എ പേഴ്സൺ ഹു നോസ് ഇന്ത്യ ആൻഡ് ഹു നോസ് അമേരിക്ക, ഞാൻ കാണുന്ന ഒരു ബെനിഫിറ്റ് ഈ വിവേകിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വളർച്ചയല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റി മച്ചുർ ചെയ്യുവാണ് ഈ പ്രോസസ്സിൽ. അതായത് നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആൾക്കാരല്ല. നമ്മൾ ദുബായിലും അബുദാബിയിലും ജോലി ചെയ്ത് ഇന്ത്യയിലേക്ക് കാശ് അയക്കാൻ വേണ്ടി പോകുന്നത് പോലെ അല്ല അമേരിക്കയിൽ വരേണ്ടത്. നമ്മൾ അമേരിക്കയിൽ വരേണ്ടത്, നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വരുമ്പം ഇവിടുത്തെ ഈ സിസ്റ്റത്തിന്റെ പാർട്ടാവാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത്. നമ്മുടെ വാല്യൂസ്, അതായത് ഫാമിലി വാല്യൂസ്, നമ്മുടെ പിള്ളേരെ വളർത്തുന്ന രീതി, നമ്മുടെ കൾച്ചർ, ഇതൊക്കെയാണ് പണ്ടത്തെ സ്ട്രോങ് ആയിട്ടുള്ള അമേരിക്കനെ ഉണ്ടാക്കിയത്. ഇപ്പൊ അതൊന്നും ഇല്ലാത്ത ഫാമിലിയുടെ പെർസെന്റേജ് കുറഞ്ഞു വരുന്നു, സിംഗിൾ മാം ഹൗസ് ഹോൾഡ്സ് കൂടി വരുന്നു. ഇതൊന്നും അല്ല അമേരിക്ക ആക്കിയത്. ഇതെല്ലാം അമേരിക്കനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ വരുന്ന ഇമിഗ്രൻസ് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ വാല്യൂസ്, നമ്മുടെ മലയാളി വീട്ടിൽ, ഇന്ത്യൻ വീട്ടിൽ ഫോളോ ചെയ്യുന്ന വാല്യൂസ് ആണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അതാണ് അമേരിക്ക ആക്കിയത് എന്നുള്ള ആ ഉത്തമമായ ബോധ്യം ഇന്ത്യക്കാരിൽ അരക്കിട്ടുറപ്പിക്കാനും, ഇത് നമ്മുടെ രാജ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, ഇത് ഇനി വേറെ രാജ്യങ്ങളെ കുറിച്ചും വേറെ ലോയൽറ്റീസിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അമേരിക്കൻ ആവാനും, ഇതിന്റെ എല്ലാ ഏരിയകളിലും, ബിസിനസ്സിലും, വാണിജ്യപരമായ ഏരിയകളിലും, പ്രൊഫഷണൽ എൻഡ്യൂവേഴ്സിലും, പൊളിറ്റിക്സിലും, എല്ലായിടത്തും ഇന്ത്യക്കാരുടെ പ്രസൻസ് വളരെ കോൺഫിഡന്റ് ആയിട്ടൊരു പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വിവേക് രാംസ്വാമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഡെഫിനറ്റ്ലി നമ്മളിലേക്ക് ഒരു ഫ്ലാഗ് ഹോൾഡറാണ്, ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ ഇവിടെ ബാക്കിയുള്ള കുട്ടികളെയും, ഇവിടെ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ബാക്കിയുള്ള ഇന്ത്യൻ അമേരിക്കൻ ജനതയെയും ഒരുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ വഴി. അത് ജയം തന്നെയാണ്, അതിനകത്ത് തോൽവിയില്ല. വിവേക് പ്രസിഡന്റ് ആയാലും, വിവേക് ഇനി അടുത്തതിനകത്ത് വൈസ് പ്രസിഡന്റ് ആയാലും, എന്തായാലും ഇതുകൊണ്ട് നേട്ടം മാത്രമേ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിക്കുള്ളൂ. അപ്പൊ ഒരിക്കലും ഒരു ജയം തോൽവി ആ ഇലക്ഷൻ കഴിയുന്നതോടെ നമ്മൾ തോറ്റു അല്ലെങ്കിൽ ജയിച്ചു എന്നുള്ളതല്ല. ഈ പ്രോസസ് ഈസ് ദ ജയം. നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ മനസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അമേരിക്കയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. കാരണം ശ്രീ വിൻസൻ പാലത്തിങ്കൽ പറഞ്ഞതുപോലെ നമ്മൾ ദുബായിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ അന്ന് പോയി പണിത് അന്നത്തെ സമ്പാദ്യം നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഒരു സാധ്യത. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾ പോകുന്ന, കുടിയേറിപ്പാർക്കുന്ന ആ രാജ്യത്ത് നിങ്ങളിപ്പോൾ കണ്ടമാനം ആളുകൾ, നമ്മളുടെ മലയാളികൾ എല്ലാ ലോകത്തിൻ്റെ എമ്പാടും ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമായി തീരാമെന്നുള്ളതിന് ഒരു മാതൃകയാണ് ഇത്, അതല്ലേ? യെസ്, അബ്സല്യൂട്ട്ലി. അതിന് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അമേരിക്ക. അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് അമേരിക്ക. ഐ നോ യു ഗൈസ് ആർ ഇൻ റോം, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അമേരിക്കയിൽ നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ സർവൈവ് ചെയ്യാം. ഒരു ഭാഷ പഠിക്കേണ്ട ബുദ്ധിമുട്ട് പോലും ഇല്ല. അപ്പോൾ നാച്ചുറലി ഇവിടെ ഇമിഗ്രേറ്റ് ചെയ്യാൻ വരുന്നവർ അവരുടെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനേക്കാൾ ഉപരി ഗ്രീൻ കാർഡ് എടുക്കുകയും സിറ്റിസൺഷിപ്പ് എടുക്കുകയും ചെയ്യുമ്പം, ആ ഫ്ലാഗിൽ നോക്കി നമ്മൾ പ്ലെഡ്ജ് ചെയ്യുമ്പം, അമേരിക്കൻ ഒരു ലോയൽറ്റി പ്ലെഡ്ജ് ചെയ്യുമ്പം, അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഇനി മുതൽ നിങ്ങളുടെ രാജ്യം. ഈ സ്കിൻ കളറും റിലീജിയനും നല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ രാജ്യത്തെ എൻ്റെ രാജ്യമായിട്ട് തിരഞ്ഞെടുത്താൽ ആ രാജ്യത്തിനോട് നീതി പുലർത്താനായിട്ട്, എല്ലാ കാര്യങ്ങളിലും നീതി പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അമേരിക്കയിലുള്ള വളർച്ചയുടെ പ്രതീകമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈന് തീർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ പാലത്തിങ്കലിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സന്മനസ്സിന് നന്ദി പറയുന്നു. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.